ചില ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഉളുഹിയത്തിൽ നമ്മൾ പങ്കെടുക്കൽ അല്ലെങ്കിൽ ഉളുഹിയത്ത് മൃഗത്തെ അറുക്കൽ ഇത് നിർബന്ധമായ സംഗതിയാണോ? ഇനി അത് നിർബന്ധമാവട്ടെ സുന്നത്താവട്ടെ, ആർക്കാണ് ഇത് ബാധിക്കുന്നത്? എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ ഉളുഹിയത്ത് അറുക്കൽ അതിൻ്റെ സമയമാകുമ്പോൾ അറുക്കൽ നിർബന്ധമാണോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ചില ആളുകൾ പറയാറുണ്ട്, സംശയം ചോദിക്കാറുണ്ട്. ഉളുഹിയത്ത് എന്നുള്ളത് അതൊരു സുന്നത്തായ സംഗതിയാണ്. ഷാഫി മദ്ഹബിലെ വീക്ഷണപ്രകാരം അത് സുന്നത്താണ്. ഹനഫി മദ്ഹബിലെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത് അത് നിർബന്ധമായിട്ടാണ്. നിർബന്ധമാകുന്നത് എന്ന് പറയുന്നത് സക്കാത്ത് നിർബന്ധമാകാൻ ഒരാൾക്ക് കാരണമാകുന്ന സ്വത്ത് ഒരാളുടെ കൈവശമുണ്ട് എങ്കിൽ അയാൾ ഉളുഹിയത്ത് അറുക്കൽ നിർബന്ധമാണ് എന്നാണ് അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ്. എന്നാൽ അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബിൽപ്പെട്ട അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു പറയുന്നത് സുന്നത്താണ്, ശക്തമായ സുന്നത്തായിട്ടാണ് പറയുന്നത്. ഷാഫി മദ്ഹബിൽ നമ്മൾ മലയാളികളായ ആളുകൾ, കേരളക്കാരൊക്കെ ഷാഫി മദ്ഹബുകാരാണ്, ബഹുഭൂരിപക്ഷം വരുന്നത് ഷാഫി മദ്ഹബുകാരാണ്. ഷാഫി മദ്ഹബിലെ വീക്ഷണപ്രകാരം അത് സുന്നത്താണ്, ശക്തമായൊരു സുന്നത്താണ്. ഒഴിവാക്കിയാൽ അത് കറാഹത്ത് വരും. കാരണം ഒരുപാട് ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഉളുഹിയത്ത് അറുക്ക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലായിരിക്കെ 10 വർഷത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉളുഹിയത്ത് അറുത്തിട്ടുണ്ട്. അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് അവിടുന്ന് ഉളുഹിയത്ത് അറുത്തത് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഉളുഹിയത്ത് അറുക്കുക എന്നുള്ളത് അത് സുന്നത്തായ സംഗതിയാണ്. ആർക്കാണിത് സുന്നത്താവുന്നത്? സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആർക്കാണ് ഇത് സുന്നത്താവുക? സുന്നത്താവുന്നത് ഇത് ബലിപെരുന്നാളിൻ്റെ അന്ന് അതിൻ്റെ നിബന്ധനകളൊത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഖുതുബൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇതിൻ്റെ സമയം ആവുന്നത്. അപ്പോൾ ആ സമയത്ത്, അതായത് പെരുന്നാളിൻ്റെ അന്നത്തെ ചെലവ്, അതായത് നമ്മൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ള ഭക്ഷണം കൊടുക്കൽ, വസ്ത്രം കൊടുക്കൽ നിർബന്ധമുള്ള ആളുകൾ, ഭാര്യ മക്കൾ പോലെയുള്ള ആളുകൾ, ഇവരുടെ പെരുന്നാളിൻ്റെ അന്നത്തെ ആവശ്യവും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യവും പെരുന്നാളിൻ്റെ അന്നത്തെ ആവശ്യമെല്ലാം കഴിഞ്ഞിട്ട് ശർഈയായ ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ ശർഈയായിട്ട് അനുവദിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഹലാലായ കാര്യങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ പണം എന്താണോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ, മിച്ചമുണ്ട് എങ്കിൽ എന്നാൽ ഉളുഹിയത്ത് അറുക്കൽ സുന്നത്താവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും പെരുന്നാൾ ആവശ്യമായ കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അന്ന് അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരാൾക്ക് വരുമെങ്കിൽ എന്തായാലും അയാൾക്കത് സുന്നത്താവും. ചില പണ്ഡിതന്മാർ പറയുന്നത് പെരുന്നാളിൻ്റെ അന്ന് മാത്രം നോക്കിയാൽ പോരാ, അയ്യാമു തെശ്രീക്ക് 3 ദിവസവും, അപ്പോൾ ദുൽഹിജ്ജ 10 മുതൽ 11, 12, 13 ഈ ദിവസങ്ങളിലും അന്നത്തെയും ചെലവും കഴിച്ചിട്ടാണ് ബാക്കിയുണ്ടെങ്കിലാണ് ചില പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് പെരുന്നാളിൻ്റെ അന്നത്തത് മാത്രം നോക്കിയാൽ മതി എന്നാണ്. അപ്പോൾ അന്ന് പെരുന്നാളിൻ്റെ അന്ന് നമ്മുടെ ചെലവും നമ്മുടെ ആവശ്യങ്ങളും നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ഭാര്യ മക്കൾ പോലെയുള്ള ആളുകൾ, അടുത്ത ആളുകൾ, അവരുടെ ആവശ്യവും കഴിച്ചിട്ട് ബാക്കി നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവുമെങ്കിൽ ആ പെരുന്നാളിൻ്റെ അന്ന് ഉളുഹിയത്ത് അറുക്കൽ അത് ശക്തമായ സുന്നത്താണ്. ഒരാൾ ഈ സുന്നത്ത് ഒഴിവാക്കിയാൽ, സാധിക്കുന്ന ഒരാൾ ഒഴിവാക്കിയാൽ അയാൾക്കത് കറാഹത്താണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് കറാഹത്താണ്. അപ്പോൾ ഇങ്ങനെയാണ് ഉളുഹിയത്ത്. അത് ഉളുഹിയത്ത് അറുക്കുക എന്നുള്ളത് സുന്നത്താണ്, നിർബന്ധമായ സംഗതികളല്ല. ഇൻഷാ അല്ലാഹ് ചില സംശയങ്ങൾ ചില ആളുകൾക്കുണ്ട്. സ്ത്രീകൾക്ക് ഉളുഹിയത്തിന് പങ്കെടുക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ കടമുള്ള ആളുകൾക്ക് ഉളുഹിയത്തിന് പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ അത്തരം സംശയങ്ങൾക്കുള്ള മറുപടി ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ നമ്മൾ വരുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.